ഹായ് എവ്രി വൺ, വെൽക്കം ടു വൺ സ്റ്റോപ്പ് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 61. പൂജ്യമല്ലാത്ത രണ്ട് വെക്ടറുകൾ എയും ബിയും ഒരേ രേഖയിലാണെങ്കിൽ ഏതാണ് ശരി? സോ നമുക്ക് ഒരേ ലൈനിൽ ലൈ ചെയ്യുന്ന രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ്ലെസ് എ ഇൻറ്റു മോഡ്ലെസ് ബി കോസ് തീറ്റ. മോഡ്ലെസ് എ എന്ന് പറയുന്നത് വെക്ടർ എയുടെ ലെങ്ത്തും മോഡ്ലെസ് ബി എന്ന് പറയുന്നത് വെക്ടർ ബീൻ്റെ ലെങ്ത്തും ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എയും ബീൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. അതേപോലെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മോഡ്ലെസ് എ മോഡ്ലെസ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ആണ്. മോഡ്ലെസ് എ മോഡ്ലെസ് ബിയും തീറ്റയുടെ ഡെഫിനേഷൻ സെയിം തന്നെയാണ്. ആൻഡ് എൻ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിട്ടുള്ളത് എ ആൻഡ് ബി എന്ന് പറയുന്നത് നോൺ സീറോ വെക്ടേഴ്സ് ആണ് ആൻഡ് അത് ഒരേ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ട്. സോ ഒരേ ലൈനിൽ ലൈ ചെയ്യുന്നതുകൊണ്ട് എ ആൻഡ് ബീൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ്. സോ ഓരോ ഓപ്ഷനും നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഡെഫിനേഷൻ വെച്ചിട്ട് എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ്ലെസ് എ ഇൻറ്റു മോഡ്ലെസ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. ഇവിടെ തീറ്റേൻ്റെ വാല്യൂ 0 ആണ്. സോ കോസ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ്ലെസ് എ ഇൻറ്റു മോഡ്ലെസ് ബി ആൻഡ് മോഡ്ലെസ് എയും മോഡ്ലെസ് ബി നോൺ സീറോ ആണ് ബിക്കോസ് വെക്ടേഴ്സ് നോൺ സീറോ ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡ്ലെസ് എ ഇൻറ്റു മോഡ്ലെസ് ബി സൈൻ തീറ്റ എൻ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് ബി സൈൻ 0 ഇൻറ്റു എൻ. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഇൻറ്റു എനിത്തിങ് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് നെസസറിലി 0 ആവണമെന്നില്ല. ഇപ്പം ഞാൻ എ എന്ന് പറയുന്നത് 4 ആയും ബി എന്ന് പറയുന്നത് -8 ആയി എടുത്ത് നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു 4 ആയി ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ശരി, നെസസറിലി 0 ആവണമെന്നില്ല. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണ്. പക്ഷെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഓൾറെഡി കറക്റ്റ് എന്നാണ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62. 4i മൈനസ് ജെ പ്ലസ് 3kയും -2i പ്ലസ് ജെ മൈനസ് 2kയും ലഭ്യമായ യൂണിറ്റ് വെക്ടർ ഏതാണ്? നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. Concept 1. Vector u is equal to u1i plus u2j plus u3kയും vector v is equal to v1i plus v2j plus v3k ആണെങ്കിൽ ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് w is equal to മെട്രിക്സ് i j k u1 u2 u3 v1 v2 v3യുടെ ഡിറ്റർമിനൻ്റ് എടുത്താൽ കിട്ടും. ആൻഡ് നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറിൻ്റെ മോഡ്ലെസ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് നമ്മുടെ യൂണിറ്റ് വെക്ടർ അല്ല. വെക്ടറിൻ്റെ മോഡ്ലെസ് 1 ആണെങ്കിൽ അത് നമ്മുടെ യൂണിറ്റ് വെക്ടറാണ്. സോ നമുക്കൊരു നോൺ യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു വെക്ടർ w എന്ന് പറയുന്നത് ഈക്വൽ ടു w ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡഡ് ബൈ വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡ്. സോ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡ്ലെസ് w ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് w1 സ്ക്വയർ പ്ലസ് w2 സ്ക്വയർ പ്ലസ് w3 സ്ക്വയർ വേർ w വെക്ടർ എന്ന് പറയുന്നത് w1i പ്ലസ് w2j പ്ലസ് w3k ആണെങ്കിൽ. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
സോ നമുക്ക് തന്നിട്ടുള്ള രണ്ട് വെക്ടേഴ്സാണ് ഇത് രണ്ടും. അതിനെ ഞാൻ യുവും വിയും ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ മോഡുലസ് എടുത്തിട്ട് 1 കിട്ടിയാൽ അത് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. മോഡുലസ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് 1 ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. സോ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ വെക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്നത് നമ്മൾ കോൺസെപ്റ്റ് 1 യൂസ് ചെയ്യാണ്. സോ ആ മെട്രിക്സ് ഫോം ചെയ്യാണ്. IJK, പിന്നെ ഇതിൻ്റെ കോഎഫിഷ്യൻസ് 4, -1, 3, പിന്നെ വിൻ്റെ കോഎഫിഷ്യൻസ് -2, 1, -2. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണ്. സോ I × 2 - 3 -j × -8 + 6 + k × 4 -2 എന്ന് കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് W വെക്ടർ = -i + 2j + 2k. സോ ഇപ്പോൾ നമ്മൾ മോഡുലസ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡ് ബൈ കോൺസെപ്റ്റ് 3. സോ അതിന് പറയുന്നത് മോഡുലസ് W = -1 whole square + 2 square + 2 square സ്ക്വയർ റൂട്ട്. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. സോ യൂണിറ്റ് വെക്ടർ അല്ല W എന്ന് പറയുന്നത്. സോ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ കിട്ടാൻ നമ്മൾ കോൺസെപ്റ്റ് 2 യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് വെക്ടർ ബൈ വെക്ടർ മാഗ്നിറ്റ്യൂഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -i + 2j + 2k / 3. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് u1 v1. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 63. 2i - 3j + k 3i + 2j - k ഇവ വികരണങ്ങളായ ഒരു സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണ്? നമുക്കൊരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാരലോഗ്രാമിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് ½ × മോഡുലസ് d1 × d2. d1 ആൻഡ് d2 എന്ന് പറയുന്നത് പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ വെക്ടേഴ്സാണ്. d1 × d2 കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് മോഡുലസ് d1 × d2 എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ ഇപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. സോ W എന്ന് പറയുന്നൊരു വെക്ടർ W1i + W2j + W3k ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് = √(w1² + w2² + w3² ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് രണ്ട് ഡയഗണൽ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ ഞാൻ d1 ആൻഡ് d2 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ½ മോഡുലസ് d1 × d2 ആണ്. സോ ഫസ്റ്റ് ഞാൻ d1 × d2 കണ്ടുപിടിക്കുകയാണ്. സോ മെട്രിക്സ് ഫോം ചെയ്യുക. IJK, പിന്നെ ഇതിൻ്റെ കോഎഫിഷ്യൻസ് 2 - 3 1, പിന്നെ d2യുടെ കോഎഫിഷ്യൻ 3 2 -1. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എടുത്ത് ഫൈനൽ ആൻസറാണിത് i - 5j + 13k. സോ ഇപ്പം ഞാൻ d1 × d2യുടെ മോഡുലസ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √(1² + -5² + 13². സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് d1 × d2 = √195. ആൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് മോഡുലസ് d1 × d2യുടെ പകുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × √195. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64. a + b + c = 0, mod a = 3, mod b = 5, mod c = 7 ആയാൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? നമുക്ക് എ ബി സി സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിനും ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ a + b + c = 0 തന്നിട്ടുണ്ട്. സോ സീനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് a + b = -c. ഇപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സോ a + b (2) = c² എന്ന് കിട്ടും. ഇവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. സോ a² + b² + 2a.b = c² കിട്ടും. നമുക്കറിയാം
എ സ്ക്വയറിൻ്റെ വാല്യൂ മോഡ് എ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ സെയിം ആണ്. സിമിലർലി മോഡ് ബി സ്ക്വയറും ബി സ്ക്വയറിൻ്റെ വാല്യൂ സെയിം ആണ്. സി സ്ക്വയറും മോഡ് സി സ്ക്വയറും വാല്യൂ സെയിം ആണ്. ആൻഡ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്കറിയാം മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആണ് ബി ആണ്. സോ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് മോഡുലസ് എ മോഡുലസ് ബി മോഡുലസ് സിൻ്റെ വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 കോസ് തീറ്റ ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 34 പ്ലസ് 30 കോസ് തീറ്റ ഈക്വൽ ടു 49. 34നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. 30 കോസ് തീറ്റ ഈക്വൽ ടു 15 എന്ന് കിട്ടും. 30 വെച്ച് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ ഈക്വൽ ടു 1/2. സോ തീറ്റ ഈക്വൽ ടു π/3ക്കാണ് കോസിൻ്റെ വാല്യൂ 1/2 ആവുന്നത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു π/3 ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. Next question 65. I minus 2j minus 3k, 3i plus lambda j plus k, I plus 2j plus 2k എന്നീ വെക്ടറുകൾ കോപ്ലാനാർ ആയാൽ ലാംഡയുടെ വില എത്ര? നമുക്ക് 3 വെക്ടേഴ്സ് എന്നുണ്ട്. ആ 3 വെക്ടേഴ്സും കോപ്ലാനാർ ആയിക്കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. വെക്ടർ യു, വെക്ടർ വി, വെക്ടർ ഡബ്ല്യു എന്നിവ കോപ്ലാനാർസ് ആയാൽ മെട്രിക്സ് u1 u2 u3 v1 v2 v3 w1 w2 w3ൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ഞാൻ u1 u2 u3 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ആൻഡ് ആ 3 വെക്ടേഴ്സും കോപ്ലാനാറാണ്. കോപ്ലാനാർ ആയിക്കഴിഞ്ഞാൽ ഈ ലാംഡയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കോപ്ലാനാർ കഴിഞ്ഞാൽ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവും. സോ ആ ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യാണ്. ഫസ്റ്റ് u1ൻ്റെ കോഎഫിഷ്യൻസ് u1 -2 -3, u2യുടെ കോഎഫിഷ്യൻറ്റ് സെക്കൻഡ് റോ 3 ലാംഡ 1, u3യുടെ കോഎഫിഷ്യൻറ്റ് തേർഡ് റോ 1 2 2 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് എടുക്കുക. 1 ഇൻറ്റു 2 ലാംഡ -2 പ്ലസ് 2 ഇൻറ്റു 6 -1 മൈനസ് 3 ഇൻറ്റു 6 മൈനസ് ലാംഡ എന്ന് കിട്ടും ഈക്വൽ ടു 0. സോ സിംപ്ലിഫൈ ചെയ്യാണ്. ദാറ്റ് ഇംപ്ലൈസ് 2 ലാംഡ -2 പ്ലസ് 10 മൈനസ് 18 പ്ലസ് 3 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ലാംഡ മൈനസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ലാംഡ ഈക്വൽ ടു 2 ആണ്. സോ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ നമുക്ക് 2 വരുന്നില്ല. ചിലപ്പോൾ നമുക്ക് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 66. മോഡ് എ ഈക്വൽ ടു 2, മോഡ് ബി ഈക്വൽ ടു 5, മോഡ് എ ക്രോസ് ബി ഈക്വൽ ടു 8 ആയാൽ എ ഡോട്ട് ബി എത്ര? സോ നമുക്ക് മോഡ്ലെസ് എ മോഡ്ലെസ് ബി മോഡ്ലെസ് എ ക്രോസ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. എയും ബിയും 2 വെക്ടേഴ്സ് ആയാൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. മോഡ് എ എന്ന് പറയുന്നത് വെക്ടർ എയുടെ ലെങ്ത്ത്, മോഡ് ബി എന്ന് പറയുന്നത് വെക്ടർ ബിയുടെ ലെങ്ത്ത്, തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾസ് ആണ്. ആൻഡ് മോഡ്ലെസ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ്ലെസ് എ ഇൻറ്റു മോഡ്ലെസ് ബി ഇൻറ്റു സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിട്ടുള്ളത് മോഡ് എ ഈക്വൽ ടു 2, മോഡ് ബി ഈക്വൽ ടു 5, മോഡ് എ ക്രോസ് ബി ഈക്വൽ ടു 8. കണ്ടുപിടിക്കേണ്ടത് എ ഡോട്ട് ബിയുടെ വാല്യൂ ആണ്. സോ തന്നിട്ടുള്ളത് മോഡ് എ ക്രോസ് ബി ഈക്വൽ ടു 8 ആണ്. സോ കോൺസെപ്റ്റ് 2 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്ലൈ ചെയ്യുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി സൈൻ തീറ്റ ഈക്വൽ ടു 8. സോ മോഡ് എ മോഡ് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 5 സൈൻ തീറ്റ ഈക്വൽ ടു 8. സോ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു 8/10. സോ കോൺസെപ്റ്റ് 3 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 8/10 ഹോൾ സ്ക്വയർ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ ഈക്വൽ ടു 6/10. സോ കോൺസെപ്റ്റ് 1 യൂസ് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 6/10.
സോ എ ഡോട്ട് ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 67. I cross j cross k പ്ലസ് j cross k cross i പ്ലസ് k cross i cross j യുടെ വില എത്ര? സോ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു കെ ആൻഡ് ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് കെ ആയിരിക്കും. ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ആൻഡ് കെ ക്രോസ് ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഐ. കെ ക്രോസ് ഐ ഈക്വൽ ടു ജെയും ഐ ക്രോസ് കെ ഈക്വൽ ടു മൈനസ് ജിയും ആയിരിക്കും. ആൻഡ് ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ എന്ന് പറയുന്നത് ഈക്വൽ ടു വാല്യൂ 0 ആണ്. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഇക്വേഷനാണ്. ഇക്വേഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് ഐ ക്രോസ് ഐ. കെ ക്രോസ് ഐ എന്ന് പറയുന്നത് ജെ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ജെ ക്രോസ് ജെ. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ കിട്ടുന്നത് കെ ക്രോസ് കെ. ആൻഡ് ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. സോ 0 + 0 + 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇക്വേഷൻ്റെ വാല്യൂ 0 ആണ്. സോ ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. d²y/dx² പ്ലസ് n⁴x = 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ ഓർഡർ, ഡിഗ്രി ഇവ എത്രയാണ്? നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിൽ ഉള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ആയിരിക്കും. ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ d²y/dx² പ്ലസ് n⁴x = 0. ഈ ഇക്വേഷനിലുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d²y/dx² ആണ്. ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 ആണ്. ബിക്കോസ് ഡി റിലേറ്റ് ചെയ്തിട്ടുള്ള പവർ ആയിരിക്കും ഓർഡർ. സോ അതാണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് 2. ആൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ. ഇതിൻ്റെ പവറിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ആണ്. സോ ഡിഗ്രി ഈക്വൽ ടു 1. സോ ഓർഡർ 2ഉം ഡിഗ്രി 1ഉം ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 69. d²y/dx² പ്ലസ് dy/dx മൈനസ് 2y = 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ പരിഹാരം ഏത്? സോ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. സോ നമുക്കൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് d²y/dx² പ്ലസ് a dy/dx പ്ലസ് by = 0 ആണെങ്കിൽ, വേർ a b എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m² പ്ലസ് am പ്ലസ് b = 0 ആയിരിക്കും. ഓക്സിലറി ഇക്വേഷന് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആണെങ്കിൽ λ1 λ2 ആണെങ്കിൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y = c1 e⁴λ1x പ്ലസ് c2 e⁴λ2x ആണ്. ഓക്സിലറി ഇക്വേഷന് ഡബിൾ റൂട്ട് ആണെങ്കിൽ ദാറ്റ് ഇസ് ലാംഡ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = c1 പ്ലസ് c2x ഇൻറ്റു e⁴λx ആയിരിക്കും. ഓക്സിലറി ഇക്വേഷന് കോംപ്ലെക്സ് റൂട്ട്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് p പ്ലസ് ഓർ മൈനസ് iq ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = e⁴px ഇൻറ്റു c1 sin qx പ്ലസ് c2 cos qx ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഇസ് d²y/dx² പ്ലസ് dy/dx മൈനസ് 2y = 0 ആണ്. സോ ഇതിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഇസ് m² പ്ലസ് m മൈനസ് 2 = 0 ആണ്. ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് -2ഉം സം ഓഫ് റൂട്ട്സ് നമുക്ക് +1ഉം വേണം. സോ ആ രീതിക്ക് നമ്മൾ ഫോം ചെയ്യാണ്. സോ m+2 ഇൻറ്റു m - 1 = 0 എന്ന് കിട്ടും. സോ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് m = -2, 1 ആണ്. സോ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആണ് കിട്ടുന്നത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. സോ ഇംപ്ലൈ ചെയ്യുന്നത് സൊല്യൂഷൻ y = c1 e⁻-2x പ്ലസ് c2 e⁻x.
സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 70. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് എക്സാക്റ്റ് അല്ലാത്ത ഒരു സമവാക്യത്തെ എക്സാക്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്നത്? സോ നമുക്ക് തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഒരു നോൺ എക്സാക്റ്റ് ഇക്വേഷൻ എക്സാക്റ്റായി മാറുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. നമുക്കറിയാം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എപ്പോഴും ഒരു നോൺ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റും. സോ ഇപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോൺ എക്സാക്റ്റ് ഇക്വേഷനാണ്. സോ നമുക്ക് ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് എക്സാക്റ്റ് ആവുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ബൈ കോൺസെപ്റ്റ് നമുക്കറിയാം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്.